ഹലോ, ഗാർഡൻ വീണയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന റെസിപ്പി ഒരു സേമിയ പായസത്തിൻ്റെതാണ്. ഇത് 2 മാസം മുമ്പ് എടുത്തു വെച്ചിരുന്ന റെസിപ്പിയാണ്. അന്നേരം പിന്നെ തോന്നി അത് അത്ര ശരിയായിട്ടില്ല, എടുത്തതെന്ന് തോന്നിയോണ്ട് ഇടാതെ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് പിന്നെ തോന്നി എന്തായാലും അത് പഴയ വീഡിയോ ഇട്ട് ഒന്ന് കാണാമെന്ന് ഓർത്തു. അങ്ങനെ വിചാരിച്ചു. ഇപ്പോൾ ഇച്ചിരി കൂടെ ഒക്കെ ബെറ്റർ ആയെങ്കിലും നമ്മുടെ പഴയത് ഒരു വീഡിയോ കാണുന്നതിൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു. ഹലോ കൂട്ടുകാരെ, ഏവർക്കും ഗാർഡൻ വീണയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി സേമിയ പായസം. ഞാൻ ഇപ്പോൾ ഈ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലിനകത്ത് 1 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് അടുപ്പിൽ വെച്ച് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് ചേർക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ പാലിലേക്ക് പാലും വെള്ളവും കൂടെ തിളപ്പിച്ച് ഇതിൻ്റെ അകത്തോട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 200 ഗ്രാം ഇതാണ് സേമിയാണ്. ഞാനിത് വറുത്തെടുത്തതാണ്. വറുത്ത സേമിയ ആയിരുന്നെങ്കിൽ നമ്മളൊന്നുകൂടെ നെയ്ക്കകത്തോട്ട് ഇച്ചിരി വളർത്തെടുത്തു. അതിനുശേഷം നമ്മൾ ഈ പാലും വെള്ളവും കൂടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഈ പാല് സേമിയ തിളച്ചുകൊണ്ടിരിക്കുന്ന ഇതിലേക്ക് ഇതിൻ്റെ അകത്തൊരു 1 കപ്പ്, ഇതിൻ്റെ അകത്ത് എക്സാക്റ്റ് ഇതൊരു 100 ഗ്രാം കാണുമായിരിക്കും. 100 ഗ്രാം 100 ഗ്രാം ആയിരിക്കണം. ഷുഗർ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തു. ഞാനത് മിക്കവാറും തന്നെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തത് ഇത് ഞാൻ ബ്രൗൺ ഷുഗറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ബ്രൗൺ ഷുഗറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പാലിൻ്റെ ഒരു കളർ ഇപ്പോഴേ മാറി വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു കാരമൽ കളർ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 10 മിനിറ്റ് തിളച്ചപ്പോഴത്തേക്കും നമ്മുടെ സേമിയ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇവിടെ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയും പറങ്ങണ്ടി പരിപ്പും കൂടെ ഇതിൻ്റെ അകത്ത് നെയ്ക്കകത്ത് വറുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ചേർക്കാവുന്നതാണ്. ചേർത്ത് കഴിയുമ്പം ഇവിടെ ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചാൽ ഇതിന് കളറും ടേസ്റ്റും ഇച്ചിരി കൂടെ ബെറ്ററായിട്ട് വരും. ഒരു തിക്ക് ഫോമിലായി കിട്ടും നമുക്ക്. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇതൊരു 5-6 ഏലക്കയുടെ പൊടിയേ ഉള്ളൂ. നമ്മളുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ഏലക്ക കൂടുതലോ കുറവോ ഇടാം. അത് നമ്മുടെ ടേസ്റ്റിൻ്റെ ഇഷ്ടം അനുസരിച്ചാണ്. ഇപ്പോൾ നമ്മുടെ സേമിയ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ കുറുകും. അപ്പോൾ ചിലർക്ക് ഇച്ചിരി കൂടെ വെള്ളമായിട്ട് എടുക്കണമെങ്കിൽ പാല് നമുക്ക് ചൂടാക്കി ഒഴിക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് തിക്കായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയുമാകാം. അങ്ങനെ നമ്മുടെ സേമിയ പായസം റെഡിയായിട്ടുണ്ട്. 5-10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സേമിയ പായസം റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരെ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.